കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നീതു വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഹരീഷിനോട് പറയുന്നുണ്ട്. പോലീസിനെ വിളിച്ചതും ഇനി തനിക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും നൽകാമെന്ന് പോലീസുകാർ പറഞ്ഞ കാര്യം പറയുന്ന സമയത്തിന് ഹരീഷിന് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് സുധീഷും ഹരീഷും നികേഷും എല്ലാവരും കൂടി ആഹാരം കഴിക്കാനായിട്ടിരിക്കുകയാണ്. ചൂട് കഞ്ഞി സുഭാഷേട്ടന് വെച്ച നല്ല ടേസ്റ്റുള്ള കറികളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആർക്കും വലിയ സംസാരമൊന്നുമില്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള ചിന്തകളിലാണ്. പെട്ടെന്നാണ് ആ നിശബ്ദയെ കീറി മുറിച്ച് ഹരീഷ് അങ്ങ് ചിരിക്കാൻ തുടങ്ങിയത്. ആദ്യം പതുക്കെയൊന്ന് ചിരിച്ചു, പിന്നെ അത് വലിയൊരു പൊട്ടിച്ചിരിയായി മാറി. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കി എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. എന്താ ഇവനിത്ര വലിയ തമാശ കിട്ടിയത് എന്ന മട്ടിലായിരുന്നു സുധീഷിൻ്റെ നോട്ടം. നിനക്ക് എന്തു പറ്റിയടാ? സുധീഷ് ചോദിച്ചു. വായിൽ വെക്കാൻ പോയ ചോറുള്ള വേറിട്ട് നിന്നെ താഴേക്ക് പ്ലേറ്റിലേക്ക് തന്നെ വെച്ചുകൊണ്ട് തന്നെ ആഹാരത്തിൻ്റെ മുന്നിലിരുന്ന് നീ ഇങ്ങനെ വെറുതെ ഇരുന്ന് ചിരിക്കുന്നതാണല്ലോ. അതിനിടെ ആരും കോമഡിയൊന്നും ഇപ്പോൾ പറഞ്ഞില്ലല്ലോ. അത് കേട്ടപ്പോൾ സുഭാഷ് കഞ്ഞി കൊടുക്കുന്നതിൽ തന്നെ തലയുയർത്തി പറഞ്ഞു, അതല്ലേലും ശരിയാ സുധീഷേ, ഞാൻ കുറച്ച് സമയമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. ഇവൻ വർക്ക്ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഇവൻ്റെ മുഖത്ത് എന്തോ വലിയ ഭാവവ്യത്യാസമുണ്ട്. എന്തോ വലിയ കാര്യം ഒളിപ്പിച്ചു വെക്കുന്നത് പോലെ. ഭാവവ്യത്യാസോ? സുധീഷ് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതെ, ഞാനും ശ്രദ്ധിച്ചു. ഇവൻ്റെ മുഖത്ത് നല്ല കള്ളലക്ഷണമുണ്ട്. അപ്പോഴേക്കും നികേഷിനും ആകാംക്ഷയായി. അവൻ ചോദിച്ചു, അല്ല ഹരീഷേട്ടാ, ഇവിടുന്ന് നീതുവിനെ കൊണ്ടുപോയതല്ലേ? അവളെ കൊണ്ടുപോയി വീട്ടിൽ വിട്ടിട്ട് അവളുടെ വിശേഷങ്ങൾ വല്ലതും അറിഞ്ഞോ? അവൾക്ക് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പോലും നമുക്കറിയില്ലല്ലോ. സുഭാഷിൻ്റെ മുഖത്ത് പെട്ടെന്ന് വിഷമം വന്നു. പാവം പെൺകൊച്ച്. സുഭാഷ് ഒന്ന് നെടുവീർപ്പിട്ടു. ഇനിയിപ്പോൾ അവളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ആയി കാണുമാവോ? അവളുടെ വീട്ടുകാർ അവളെ പിടിച്ച മിക്കവാറും വല്ലതും രണ്ട് തല്ല് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരല്ലേ അവരൊക്കെ. അതൊക്കെ നീ വല്ലതും അറിഞ്ഞോ ഹരീഷേ? അവൻ എന്താ ചെയ്തത് എന്നൊക്കെ? അതൊക്കെ കേട്ടപ്പോൾ ഹരീഷിന് വീണ്ടും അങ്ങ് ചിരിക്കാൻ തോന്നി. ആ ചിരിയിൽ വല്ലാത്ത അഭിമാനമുണ്ടായിരുന്നു. എൻ്റെ സുഭാഷേട്ടാ, ആ കാര്യം ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ചിരിച്ചത്. ആ കാര്യം ഓർത്തിട്ടോ? സുഭാഷ് ഒന്ന് നെറ്റിച്ചൊടിച്ചു. അതെന്ത് കാര്യടാ? ഹരീഷ് കസേരയിലേക്ക് ഒന്നുകൂടി ചാഞ്ഞിരുന്നു. എന്നിട്ട് എല്ലാവരെയും നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു, അതെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ പെണ്ണൊന്നുമല്ല നീതു. എൻ്റെ നീതുല്ലേ, അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്. അവൾ എന്താ ചെയ്തത് അറിയോ? നിധി ആകാംക്ഷയോട് ചോദിച്ചു. ഞാൻ എവിടെ നിന്നും ഇറങ്ങിയിട്ട് അവളെ കൊണ്ട് നേരെ ബീച്ചിലേക്കാണ് പോയത്. ഹരീഷ് പറയാൻ തുടങ്ങി. അവിടെ ചെന്നിട്ട് അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അവൾ നല്ല ബുദ്ധിമതിയാണ്. എന്ത് സംഭവിച്ചാലും തളരില്ല എന്ന് അവൾ പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം, ഹരീഷേട്ടൻ പേടിക്കണ്ട എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടിട്ടാ ഞാൻ പോകുന്നത്. അന്നേരം സുധീഷ് ഇടപെട്ടു. അവൾ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ വീട്ടുകാർ കുറേ പ്രശ്നമുണ്ടാക്കി. നിന്നെ കൊല്ലും തല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളമുണ്ടാക്കി. പിന്നെ അവൾ വിടുവോ? അവൾ ആരാ മോള്? അവൾ നേരെ മുറിക്കകത്തേക്ക് കയറി വാതിലങ്ങ് കുറ്റിയിട്ടു. എന്നിട്ട് എന്താ ചെയ്തതറിയാമോ? നേരെ പോലീസിനെ അങ്ങ് ഫോൺ ചെയ്തു. പോലീസിനെ വിളിച്ചെന്നോ? നികേഷ് ഞെട്ടലോട് ചോദിച്ചു. അതെ, പോലീസുകാർ വന്ന് അവളുടെ വീട്ടുകാർക്ക് നല്ല കിടിലൻ അങ്ങ് ഭീഷണിപ്പെടുത്തി. അതുമാത്രമല്ല, ഇനി അവളെ ഉപദ്രവിക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്തു. ഇനി അവളുടെ കാര്യത്തിൽ അവൾക്ക് അങ്ങനെയൊന്നും ചെയ്യാനും പറ്റില്ല. അടിക്കാനോ ഇടിക്കാനോ തൊഴിക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞാൽ മതി. അവർക്കുള്ളതൊക്കെ പോലീസ് കൊടുത്തോളൂ. പിന്നെ ആ വനിതാ SI അങ്ങോട്ടേക്ക് വന്നിട്ട് അവരുടെ പേഴ്സണൽ നമ്പർ വരെ നീതുവിന് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളണമെന്നും പറഞ്ഞിട്ടാണ് പോലീസുകാർ പോയത്. അത് കേട്ടപ്പോൾ അവിടെ ഇരുന്ന അന്തരീക്ഷം അങ്ങ് മാറി. നികേഷും സുധീഷും പരസ്പരം നോക്കി ചിരിച്ചു. സുഭാഷിൻ്റെ മുഖത്ത് വലിയൊരു ആശ്വാസം വന്നിരുന്നു. നിധിക്ക് ഭയങ്കര സന്തോഷമായി. ആ ആളോ ഉള്ളാലോ, നല്ല ബുദ്ധിമതിയാണല്ലോ നീതു, നല്ല ബുദ്ധിമതിയാണല്ലോ എന്ന് നിധി പറഞ്ഞു. അതെന്തായാലും നന്നായി, സുഭാഷ് ആശ്വാസത്തോടെ പറഞ്ഞു. അല്ലായിരുന്നെങ്കിൽ ആ പാവം പെൺകൊച്ച് തല്ലു വാങ്ങിച്ചൊരു പരുവമായനെ. നിധി ഹരീഷിനെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചു. എടാ ഹരീഷെ, അവൾ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ നിനക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത്രയ്ക്ക് ധൈര്യം അവൾക്ക് എവിടുന്നാ കിട്ടിയെന്ന് നോക്കിക്കേ. ഹരീഷ് ചെറിയൊരു നാണത്തോടെ അങ്ങ് തലയാട്ടി. അതൊക്കെ എനിക്കറിയാൻ മേട്ടത്തി, അവൾക്ക് എന്നോട് അത്രമാത്രം സ്നേഹമാണ് എന്ന്. അങ്ങനെ ആ സന്തോഷത്തിൽ എല്ലാവരും ഇരിക്കുമ്പോഴാണ് സുധീഷിന് പെട്ടെന്നൊരു ആവേശം വന്നത്. സ്നേഹത്തെക്കുറിച്ചുള്ള സംസാരം വന്നപ്പോൾ തനിക്കും എന്തെങ്കിലും പറയണല്ലോ എന്ന് അവന് തോന്നി. ആ, എനിക്കും സ്നേഹമുണ്ടായിരുന്നു. സുധീഷ് വലിയ കാര്യത്തിലങ്ങ് പറയാൻ തുടങ്ങി. അതുകൊണ്ടാണല്ലോ ഞാൻ നിധിക്ക് ആ ഒരു ആവശ്യം വന്നപ്പോഴേക്കും നിധിയുടെ കാര്യത്തിൽ അങ്ങോട്ടേക്ക് പെട്ടെന്നൊരു തീരുമാനമെടുത്തതിനെ. ആരും പറയാതെ തന്നെ ഞാൻ അവളെ താലി കെട്ടി ഇങ്ങോട്ടേക്ക് കൂട്ടുകൊണ്ടുവന്നില്ലേ. സുധീഷ് ഇതൊക്കെ പറയുന്നത് വലിയൊരു വീര്യസം പോലെ തന്നെയാണ്. എന്നിട്ട് നിധിയെ നോക്കിയിട്ട് അവനങ്ങ് കൂട്ടിച്ചേർത്തു. ഇനി എന്നെ ഉപേക്ഷിച്ച് പോവാതിരുന്നാൽ മതിയെന്ന്. പെട്ടെന്ന് തന്നെ അവരുടെ അന്തരീക്ഷം മൊത്തം അങ്ങ് മാറി. ആ നിമിഷം എല്ലാവരും വല്ലാതായി. സുഭാഷ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കൈ അവിടെ തന്നെ വെച്ച് നിധിയെ നോക്കി. ഹരീഷും നികേഷും ശ്വാസം മടക്കി പിടിച്ച് നിൽക്കുവാണ്. സുധീഷ് പറഞ്ഞത് ഭയങ്കരമായൊരു അബദ്ധമായി പോയി എന്ന് എല്ലാവർക്കും മനസ്സിലായി. പെട്ടെന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ കല്യാണം കഴിക്കേണ്ടി വന്നതിൻ്റെ സങ്കടം നിധിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്ന് അവർക്കറിയാം. ആ സമയത്താണ് സുധീഷിൻ്റെ ഈ ഒരു വേണ്ടാത്ത തമാശ. നിധി ഇങ്ങനെ പതുക്കെ മുഖമുയർത്തി സുധീഷിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ദേഷ്യമാണോ സങ്കടമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വല്ലാത്തൊരു ഭാവം ഉണ്ടായിരുന്നു.
നിധിയുടെ നോട്ടം കണ്ടപ്പോൾ സുധീഷിന് കാര്യം മനസ്സിലായി. ദൈവമേ, ഇപ്പം ഇത് പറയേണ്ടിയിരുന്നില്ല എന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞു. കഷ്ടമായി പോയല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ അവൻ ബാത്റൂം എടുത്തിട്ട് സുധീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് സിങ്കിലേക്ക് പോയി. കൈ കഴുകി അവൻ വേഗത്തിൽ തന്നെ അവിടെ നിന്നങ്ങ് മുങ്ങി. സുധീഷ് പോയി കഴിഞ്ഞപ്പോൾ നിധി അവിടെ ഇരുന്ന് പതുക്കെ ചിരിക്കാനും തുടങ്ങി. പിന്നെ അത് വലിയൊരു ചിരിയായി. നിധി അങ്ങനെ ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് ബാക്കി എല്ലാവർക്കും ശരിക്കും അങ്ങ് സമാധാനമായത്. എല്ലാവർക്കും നല്ല ടെൻഷനായിരുന്നു. കാരണം ചില സമയത്ത് സുധീഷ് അസ്ഥാനത്ത് കോമഡി അടിക്കും. അത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങ് ദഹിച്ചോളണമെന്നില്ല. വലിയൊരു വഴക്കിൽ അവസാനിക്കേണ്ട കാര്യമായിരുന്നത് ഭാഗ്യത്തിന് നിധി അത് തമാശയായി എടുത്തു. ബാക്കിയുള്ളവരും അവളോടൊപ്പം ചേർന്ന് ചിരിച്ചു. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ ഭാസ്കരൻ ഇങ്ങനെ പുറത്തിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ കയ്യിൽ വലിയൊരു കത്തിയുണ്ട്. അത് വെച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ നഖം വെട്ടുന്ന തിരക്കിലാണ് ഭാസ്കരൻ. മുഖത്ത് വല്ലാത്ത ഗൗരവമുണ്ട്. ആ സമയത്താണ് നിധി അങ്ങോട്ടേക്ക് വന്നത്. അമ്മായിപ്പൻ വലിയ കത്തി വെച്ച് നഖം വെട്ടുന്നത് കണ്ടപ്പോൾ അവൾക്ക് ആദ്യമൊന്ന് പേടിയായി. എങ്കിലും അവൾ പതുക്കെ ചെന്ന് ചോദിച്ചു, ഇതെന്താ അച്ഛാ ഇങ്ങനെ? അച്ഛൻ ഒരു വർഷമായിട്ട് നഖമൊന്നും വെട്ടിയിട്ടില്ലായിരുന്നോ? ഭാസ്കരൻ കയ്യിലെ കത്തി അങ്ങ് താഴെ വെക്കാതെ അവളെ ഒന്ന് നോക്കി. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, നഖം വെട്ടുന്നത് കണ്ടിട്ട് ഞാൻ ചോദിച്ചതാ. വലിയ കത്തിയൊക്കെ എടുത്ത് വെച്ച് വെട്ടുന്നത് കണ്ടിട്ട് നിധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭാസ്കരൻ്റെ മുഖത്ത് ഗൗരവം ഒന്നുകൂടി അങ്ങ് കൂടി. അതെ, ഞാൻ നഖമൊക്കെ വെട്ടുന്നുണ്ട്. ഞാൻ നഖം വെട്ടാതെയും കുളിക്കാതെയും നനക്കാതെയൊന്നുമില്ല ഇവിടെ ജീവിക്കുന്നത്. അല്ല, എന്തായിരിക്കും പോലും രാവിലെ തന്നെ എന്നോടിങ്ങനെ ഉടക്കാൻ വേണ്ടി വന്നതാണോ നീ? ഏയ്, വഴക്കുണ്ടാക്കാനൊന്നുമല്ല ഞാൻ വന്നത്. നിധി വളരെ കാര്യമായി പറഞ്ഞു. എനിക്ക് അച്ഛനോട് എന്തോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവൾ വീണ്ടും പറഞ്ഞു നോക്കി. ഭാസ്കരൻ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ടായേ. വേണ്ട, ഇനിയിപ്പോൾ രാവിലെ എന്നെ ചീത്ത പറയാൻ വേണ്ടി വന്നതായിരിക്കും. അതിനാണല്ലോ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുന്നത് തന്നെ. നിധിക്ക് കുറച്ച് സങ്കടമായി. അച്ഛാ, അങ്ങനെ പറയരുത്. പിന്നെ പറയരുത് പോലും, ഭാസ്കരൻ ദേഷ്യത്തോടെ പറഞ്ഞു. അതെ, എനിക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. നിധി വിടാൻ ഭാവമില്ലായിരുന്നു. എനിക്ക് സീരിയസ് ആയിട്ട് ഒന്ന് സംസാരിക്കും കേൾക്കും ഒന്നും വേണ്ട. ഭാസ്കരൻ കത്തി താഴെ വെച്ചു. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കുറ്റമായി കുറവായി പിന്നെ അതിൻ്റെ പേരിൽ ഇവിടെ വീട്ടിൽ പ്രശ്നമായി വഴക്കായി. എന്തിനാ വെറുതെ? അപ്പോഴേക്കും നിധി കുറച്ചുകൂടി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ പറയാനുള്ള കാര്യം അച്ഛൻ കേൾക്കണം. കേൾക്കാതെ പറ്റില്ല. അവളുടെ ആ ഒരു പറച്ചിൽ കേട്ടപ്പോൾ ഭാസ്കരൻ ഒന്ന് നിന്നു. എന്ത് കാര്യം നിനക്ക് പറയാനുള്ളത്? സുഭാഷ് ഏട്ടൻ്റെ കാര്യത്തെക്കുറിച്ചാ. അവനെന്തു പറ്റി? അല്ല, സുഭാഷ് ഏട്ടൻ എങ്ങനെ നിർത്തിയിട്ട് കാര്യമുണ്ടോ? സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടത്തേണ്ടതെന്ന് ചോദിക്കാൻ വന്നതാ ഞാൻ. അത് കേട്ടപ്പോൾ ഭാസ്കരൻ്റെ മുഖം അങ്ങ് മാറി. ദേഷ്യത്തേക്കാൾ കൂടുതൽ ഒരു തരം നിസ്സഹായാവസ്ഥയാണ് അവിടെ കണ്ടത്. ഓ, അതാണോ കാര്യം? അല്ല, നീ ഈ വീട്ടിലേക്ക് വന്നിട്ട് എത്ര നാളായി? നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയില്ലേ? എനിക്കറിയാം അച്ഛാ, നിധി സ്നേഹത്തോടെ പറഞ്ഞു. അച്ഛൻ വേണം ഒരു തീരുമാനമെടുക്കാനായിട്ട്. മക്കളുടെ കാര്യത്തിൽ അച്ഛനമ്മമാർക്കല്ലേ താല്പര്യം കൂടുതൽ വേണ്ടത്. കല്യാണം ആലോചിക്കാനുമൊക്കെ അച്ഛനല്ലേ മുൻകൈ എടുക്കേണ്ടത്. അല്ലാതെ സുബേഷ് ഏട്ടനാണോ ഈ കല്യാണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വീട്ടിലൊക്കെ പോയിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്യേണ്ടത്? അതൊക്കെ അച്ഛനമ്മമാരല്ലേ ചെയ്യേണ്ടത്. ഇപ്പോൾ അമ്മ ഇല്ലാത്ത സ്ഥിതിക്ക് അച്ഛൻ വേണം അതൊക്കെ ചെയ്യാൻ. ഭാസ്കരൻ ദീർഘമായി ഒന്ന് നെടുവീർപ്പെട്ടു. അയാളുടെ കണ്ണുകളിൽ പഴയ കാലത്തെ ആ ഒരു ഓർമ്മകളുടെ വേദനയുണ്ടായിരുന്നു. നിനക്ക് എന്നെക്കുറിച്ച് അറിയാലോ നിധി. ദേ, ഞാൻ അല്ലെങ്കിൽ തന്നെ എനിക്കൊരു പേരുണ്ട് നാട്ടിൽ, കൊലപാതകി എന്നുള്ള ആ പേര്. ഇങ്ങനെയല്ല ഞാനൊരു വീട്ടിലേക്ക് പെണ്ണ് ചോദിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വീട്ടുകാർ പെണ്ണ് കൊടുക്കുമോ? അവരൊരു കാരണവശാലും കൊടുക്കില്ല. നടക്കാനിരിക്കുന്ന കല്യാണമാണെങ്കിൽ പോലും അത് മുടങ്ങി പോകത്തേ ഉള്ളൂ. ഭാസ്കരൻ കുറച്ചും കൂടി സങ്കടത്തോടെ തുടർന്നു. പിന്നെ ഈ കുടുംബത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല പേരാണോ ഉള്ളത്? ഒരു കല്യാണാലോചന വന്നാൽ പോലും നാട്ടുകാരായ ആൾക്കാർക്ക് വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി വിവാഹം മുടക്കാനാണ് ശ്രമിക്കുന്നത്. അത് നിനക്ക് മനസ്സിലായതല്ലേ? വെറുതെ എന്തിനാ ഒരു പ്രശ്നമുണ്ടാക്കുന്നത്? അതൊക്കെ കേട്ടപ്പോൾ നിധിക്ക് ശരിക്കും ദേഷ്യം വന്നു. എന്നും പറഞ്ഞ് കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? തൽക്കാലത്തേക്ക് നീ അതിനകത്ത് ഇങ്ങനെ ഇടപെടുന്നു വേണ്ട. ഇതിങ്ങനെ അങ്ങ് പൊയ്ക്കോളും. അങ്ങനെ പറയാനാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? അല്ല, നിനക്കെന്താ ഇത്രമാത്രം ഇതിൽ താല്പര്യം? അവനെ കെട്ടിക്കണം, അവൻ്റെ കല്യാണം നടത്തണം എന്നുള്ളതിൻ്റെ കാര്യം എന്താ? ഭാസ്കരൻ ചോദിച്ചു. അതെ, സുഭാഷ് ഏട്ടൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട്. സുഭാഷ് ഏട്ടന് താഴെ വേറെ അനിയന്മാരുണ്ടല്ലോ, അവരുടെ കല്യാണമൊക്കെ നടക്കണ്ടേ? സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഈ കുടുംബത്തിന് തന്നെ ബുദ്ധിമുട്ടാവില്ലേ? ബാക്കിയുള്ളവരുടെ കല്യാണമൊക്കെ നടക്കേണ്ടതില്ലേ? നിധി ചോദിച്ചു. ഭാസ്കരൻ അതെല്ലാം തള്ളിക്കളയുന്ന മട്ടിൽ തന്നെ കൈവേശി. ഓ, അതാണിപ്പോൾ കാര്യം. അതൊക്കെ നടന്നോളൂ. നീ ആ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കണ്ട. രാവിലെ മനുഷ്യൻ്റെ മൂഡ് കളയാനായിട്ട് വന്നിരിക്കുന്നു. എനിക്ക് വേറൊന്നും പറയാനില്ല. ഇതുമായിട്ട് അങ്ങ് വന്നോളൂ. ഭാസ്കരൻ ദേഷ്യപ്പെട്ടോ നിധിക്ക് സങ്കടമായി. അവളൊന്നും പറയാതെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ്. നിധി അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഹാളിൽ നികേഷും ഹരീഷും സുധീഷും കൂടെ ഇരുന്ന് എന്തൊക്കെയോ തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല സന്തോഷം. സുഭാഷേട്ടൻ്റെ കാര്യത്തിൽ ഇത്രയും വലിയ സങ്കടം ഉള്ളപ്പോൾ ഇവർ 3 പേരും കൂടെ ഇരുന്ന് ചിരിക്കുന്നത് കണ്ടപ്പോൾ നിധിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. നിധി പെട്ടെന്നങ്ങ് പൊട്ടിത്തെറിച്ചു. എല്ലാവർക്കും അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. സുഭാഷേട്ടൻ്റെ കാര്യം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നിധി പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെട്ടത് കണ്ടപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല.
ചിരി പാതി വഴിയിലങ്ങ് നിർത്തിയിട്ട് നികേഷ് ചോദിച്ചു, എന്താ നിധിയെടുത്തി, എന്തു പറ്റി? അല്ല, നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നിധി ദേഷ്യത്തോട് ചോദിച്ചു. സുഭാഷ് ചേട്ടനെ കല്യാണം നടത്തണം എന്ന് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ നിങ്ങളുടെ മനസ്സിൽ? അന്നേരം ഹരീഷ് ഗൗരവത്തോടെ പറഞ്ഞു, ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ നിധിയെടുത്തി ഞങ്ങൾ എത്രമാത്രം കല്യാണാലോചനകൾ കൊണ്ടുവന്നു എന്നറിയാമോ? പക്ഷേ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അതങ്ങ് മുടങ്ങിപ്പോവും. ഒന്നുകിൽ സുഭാഷ് ചേട്ടന് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ പെണ്ണിന് ഇഷ്ടപ്പെടില്ല. ഇനിയിപ്പോൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ? ചിലപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ 100 പ്രശ്നങ്ങളായിരിക്കും. അതെ, സുധീഷ് കൂട്ടിച്ചേർത്തു. അല്ലാതെ കല്യാണാലോചനകൾ നടക്കാഞ്ഞിട്ടല്ല. ഒടുവിൽ സുഭാഷ് ചേട്ടൻ തന്നെയാ പറഞ്ഞത് എനിക്ക് വേണ്ടി ഇനി ആലോചനകളൊന്നും കൊണ്ടുവരേണ്ട എന്ന്. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര ആലോചന വന്നതാണെന്നറിയാമോ? സുധീഷ് വീണ്ടും പറഞ്ഞു. എത്ര പെണ്ണുപോയി കണ്ടതാണെന്നറിയാമോ? ഒന്നും സെറ്റാവാത്തത് കൊണ്ട്, ഞങ്ങളുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. അത് കേട്ടപ്പോൾ നിധിയുടെ ദേഷ്യമങ്ങും കുറച്ച് കുറഞ്ഞു. അതിന് പകരം ഒരു സങ്കടം വരികയാണ്. ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല സുധീഷെ, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ സുഭാഷ് ചേട്ടന് നല്ലൊരു ആലോചന കൊണ്ടുവരണം. കല്യാണമൊക്കെ നടത്തണം. അല്ലാതെ വെറുതെ ഇങ്ങനെ കാലം കളഞ്ഞിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹം ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ട മനുഷ്യരാണ്. നിധി പറഞ്ഞത് ശരിയാണെന്ന് ആ 3 പേർക്ക് തോന്നി. അവർ പരസ്പരം നോക്കി. സുഭാഷ് ചേട്ടൻ്റെ ജീവിതം ഇങ്ങനെ പോയ ശരിയാവത്തില്ല എന്ന് അവർക്കും അറിയാമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീടിൻ്റെ വെളിച്ചത്തിൽ വെളിയിലിങ്ങനെ പച്ചക്കറി വണ്ടി വന്നു. ഫോൺ അടിക്കുന്നത് കേട്ടപ്പോൾ തന്നെ സുഭാഷ് അടുക്കളയിൽ നിന്നും ഓടി ഇറങ്ങി വന്നു. തോളത്തൊരു തോർത്തുമുണ്ടും ഇട്ടിട്ടുണ്ട്. വീടിൻ്റെ മുന്നിൽ റോഡരികിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. സുഭാഷ് ചേട്ടന് പച്ചക്കറി വാങ്ങിക്കാൻ അങ്ങോട്ട് പോയി. അവിടെ ആ പരിസരത്തിൽ 2-3 ചേച്ചിമാരൊക്കെ പച്ചക്കറി വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. വണ്ടിക്ക് ചുറ്റും നിന്ന് അവർ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരികയാണ്. സുഭാഷ് ചേട്ടനെ കണ്ടപ്പോൾ അവരിലൊരു പുള്ളിക്കാരി ചോദിച്ചു, അല്ല സുഭാഷേ, നീ ഇപ്പോഴും നീ തന്നെയാണോ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത്? ഈ കത്തിയും കറിയും ഒക്കെ വെക്കുന്നത് നീ തന്നെയാണോ? സുഭാഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ ചേച്ചി, ഞാൻ തന്നെയാ. അതെന്താ, പുതുതായിട്ടൊരു പെണ്ണ് വന്നിട്ടുണ്ടല്ലോ, അവൾ ഇതൊന്നും ചെയ്യത്തില്ലേ? അടുത്തത് ചേച്ചി ആ ഒരു കാര്യം ചോദിക്കാണ്. അവരുടെ ചോദ്യത്തിൽ ചെറിയൊരു പരിഹാസമുണ്ടായിരുന്നു. അവൾക്ക് നിധിക്ക് അത്രങ്ങ് വശമില്ല ചേച്ചി. സുഭാഷ് നിധിയെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അത് ശീലിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെയാ ഇപ്പോഴും ചെയ്യുന്നത്. ഓ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ? ആദ്യത്തെ സ്ത്രീ മൂക്കിൽ വിരൽ വെച്ചു. എന്നാലും ഇത് കുറച്ച് കഷ്ടമാണ് സുഭാഷേ. എല്ലാ കാര്യത്തിലും നീ തന്നെ ഇങ്ങനെ വെച്ചുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാലേ, സാധാരണഗതിയിൽ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരായിരിക്കും അടുക്കള ഭരണം ഏറ്റെടുക്കുന്നതൊക്കെ. പക്ഷേ ഇതിപ്പോൾ നീ തന്നെ എല്ലാം വെച്ചുണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ടെങ്കിൽ അതൊരു വല്ലാത്ത കാര്യം തന്നെയാ. കൂടെ ഉണ്ടായിരുന്ന മറ്റേ സ്ത്രീ കൂട്ടിച്ചേർത്തു, അതെ, ആ പെണ്ണിൻ്റെ ഒരു ഭാഗ്യം, അല്ലാതെ എന്തു പറയാനാ? രാവിലെ എഴുന്നേറ്റ് യാതൊരുവിധ പണിയുമില്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കാലോ. സുഭാഷിന് അതൊന്നും വലിയ കാര്യമായി തോന്നിയില്ല. അവൻ അത് കേട്ട് വെറുതെ അങ്ങ് ചിരിച്ചു. ആളുകൾ എന്ത് പറഞ്ഞാലും അവന് സ്വന്തം കുടുംബമാ വലുത്. സംസാരം മാറ്റാൻ വേണ്ടി സുഭാഷ് അവരോട് ഒരു പുതിയ കറിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കണേ. കാരണം ഇടയ്ക്ക് സുധീഷ് അവനോട് പരാതി പറയും, സുഭാഷ് ഏട്ടാ എപ്പോഴും കറി ഒന്നു തന്നെയാണല്ലോ വെക്കാൻ അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. ഈ സാമ്പാറും അതുപോലെ തന്നെ രസവും ഒക്കെ അല്ലാതെ വേറെ എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് അവൻ ഇടയ്ക്കിടയ്ക്ക് കുറ്റം പറയാറുണ്ട്. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും കറി വെക്കാൻ പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് സുഭാഷ് അവരോട് ചോദിച്ചത്. അവർ പുതിയൊരു കറിയുടെ പേര് പറഞ്ഞു കൊടുത്തു. സുഭാഷ് വലിയ കാര്യത്തിൽ തന്നെ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് പച്ചക്കറിയും അങ്ങനെ അവർ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് സംസാരിച്ചു. ആ സമയത്താണ് ഹരീഷിനെയും സുധീഷിനെയും വരവ്. അവരതിലൂടെ വരുന്ന സമയത്ത് തന്നെ നോക്കുമ്പോൾ പച്ചക്കറി വണ്ടിയുടെ അടുത്ത് നിന്ന് ചേച്ചിമാരോട് സംസാരിക്കുന്ന സുഭാഷിനെ കാണുന്നത്. പെട്ടെന്ന് തന്നെ സുധീഷ് എന്തോ ദേഷ്യം വന്നു. അവൻ വേഗത്തിൽ നിന്ന് സുഭാഷിനെ വിളിച്ചു, സുഭാഷ് ഏട്ടാ ഇങ്ങ് വന്നേ. എന്താടാ? സുഭാഷ് തിരിഞ്ഞു നോക്കി. ഇങ്ങ് വരാനേ എന്ന് പറഞ്ഞ് സുധീഷ് അവനെ അങ്ങ് കുറച്ച് മാറ്റി നിർത്തി. ഹരീഷും കൂടെയുണ്ട്. അല്ല, സുഭാഷ് ഏട്ടൻ എന്തിനാ ഇപ്പോൾ അവിടെ പോയിട്ട് പച്ചക്കറി വാങ്ങിച്ച് അവരോടിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത്? സുധീഷ് ദേഷ്യത്തോട് ചോദിച്ചു. അതിനെന്താടാ? എടാ, ഞാനൊരു പുതിയ കറിയെക്കുറിച്ച് ചോദിക്കുമായിരുന്നു, അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു എന്ന് സുഭാഷ് നിഷ്കളങ്കമായി പറഞ്ഞു. സുധീഷ് തലയിലടിച്ചു. ഓ എൻ്റെ സുഭാഷ് ഏട്ടാ, വെറുതെ അല്ലേ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടക്കാത്തത്? എന്ത്? സുഭാഷ് അന്തം വിട്ടു. പിന്നെന്താ, സുഭാഷ് എപ്പോഴും ഈ കഞ്ഞിയും കറിയും വെക്കുന്ന കഥയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഭാഷ് ഏട്ടന് നല്ലൊരു ആലോചന വരുമോ? ഒരു കല്യാണാലോചന വരുമോ എന്ന്? കല്യാണാലോചനയോ? അതെ, സുഭാഷ് ഏട്ടനെ ഒന്ന് മാറ്റി പിടിക്കണം. വെറുതെ എന്തിനാ എപ്പോഴും ഇവിടെ ഇങ്ങനെ വഴിയെ പോകുന്ന വണ്ടിയിൽ നിന്നും പച്ചക്കറി സാധനമൊക്കെ വാങ്ങിക്കുന്നത്? ആ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചാൽ പോരെ? എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ലല്ലോ മനുഷ്യന്. സുഭാഷ് ന്യായീകരിച്ചു. എടാ, അതല്ല, വീടിൻ്റെ മുറ്റത്തുകൂടി വണ്ടി വരുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതല്ലേ എളുപ്പം. നല്ല സാധനങ്ങളും കിട്ടും. പിന്നെ ഇവിടെ നിന്നല്ലേ വാങ്ങിക്കുന്നത്. എന്നിട്ട് വേണം ചേച്ചിമാരായിട്ട് സൊല്ലാന്. അപ്പോൾ അതൊന്നും പറ്റത്തില്ലല്ലോ. സുധീഷ് വിടാൻ പാവമില്ലായിരുന്നു. ഈ ചേച്ചിമാരോട് ഓരോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ടോ അവർ പുറത്തു പോയിട്ട് വേറെ കഥകൾ ഉണ്ടാക്കും. അവർ പറയും, അയ്യോ ആ ചെറുപ്പക്കാരൻ അവിടെ പണി മുഴുവൻ ചെയ്യുന്നേ എന്നൊക്കെ. ആ വീട്ടിലാണെങ്കിലോ വരുന്ന പെണ്ണുങ്ങൾ അങ്ങനെ നല്ലവരൊന്നുമല്ല. ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊന്നുമല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ നാട്ടുകാർ ഓരോന്നും പറഞ്ഞുണ്ടാക്കും. ഇതൊന്നും സുഭാഷ് ഏട്ടൻ അറിയാത്തത് കൊണ്ടാ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്.
സുധീഷ് കുറേയധികം ചീത്ത പറഞ്ഞു. ഹരീഷ് അതിലിങ്ങനെ താളം പിടിച്ചു. അപ്പോഴേക്കും സുഭാഷ് പാവം പോലെ ഇങ്ങനെ പറഞ്ഞു, എടാ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അതെ, കൂടുതലൊന്നും വിചാരിക്കണ്ട. സുധീഷ് കർശനമായി തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ടില്ലോ, ഇനി മേല ഇമ്മാരി പരിപാടിയായിട്ട് വരരുത്. ചേച്ചിമാരായിട്ട് വർത്താനം പറഞ്ഞ് അവിടെ അങ്ങോട്ടേക്ക് നിന്നോണം. കറി വെക്കുന്നത് എങ്ങനെയാ, അത് വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കരുത്. പിന്നെ സുഭാഷേട്ടൻ്റെ നാട്ടുകാരുടെ ഇടയിൽ ഒരു വിലയും ഉണ്ടാവില്ല. കുറെ കുറ്റപ്പെടുത്തലൊക്കെ കഴിഞ്ഞതിന് ശേഷം സുഭാഷ് ആകെ ചമ്മി. ദേ നിങ്ങൾ പണിക്ക് പോവാൻ നോക്ക്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പച്ചക്കറി വാങ്ങിക്കുന്നേ ഉള്ളൂ. എനിക്കിനി പലചരക്കും കൂടെ വാങ്ങിക്കാൻ പോകണം. സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് എന്നും പറഞ്ഞ് സുഭാഷ് അവിടെ നിന്നും പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ സുധീഷ് ഹരീഷിനെ നോക്കി നെടുവേർപ്പെട്ടു. സുഭാഷേട്ടൻ നന്നാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഹരീഷെ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സുഭാഷേട്ടന് കല്യാണം നടക്കുമെന്നൊന്നും എനിക്കൊരു വിശ്വാസമില്ല. ഹരീഷ് ഗൗരവത്തോടെ പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിധിയടുത്തി പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് സുഭാഷേട്ടൻ്റെ കല്യാണം നമുക്ക് മുൻകൈയെടുത്ത് നടത്തണം. അല്ലാതെ ഇങ്ങനെ വിട്ടാലൊന്നും ശരിയാവില്ലല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് സുഭാഷേട്ടൻ്റെ കല്യാണം നടത്താനുള്ള ഓരോ തത്രപ്പാടും പരിപാടികളിലൊക്കെയാണ്. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.